എൻ്റെ ഭാഗം തന്നെ മിസ്റ്റേക്കുകളുണ്ട്. മൊബൈൽ ഫോൺ വരെ തിരിച്ചവർക്ക് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ പോലും വന്നിട്ടുണ്ട് കസ്റ്റമേഴ്സ്. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്ത് പഠിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുമ്പോൾ താല്പര്യമുള്ളൊരു ഫീൽഡിലേക്ക് വരിക എന്നുള്ളത് എല്ലാവരും പോലെ എനിക്കും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം. ഞാൻ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ, വാച്ചുകൾ, അയച്ചു പണികൾ കുറച്ചും കൂടി താല്പര്യമുള്ള ഒരാളായിരുന്നു. അങ്ങനെയാണ് ഫാദറിൻ്റെ ഒരു ഷോപ്പ് ഗൾഫിൽ തുറക്കുന്നതെന്നുള്ള പുതിയൊരു ഇലക്ട്രോണിക്സ് ആൻഡ് മൊബൈലും കൂടി ഉൾപ്പെടുത്തൊരു ഷോപ്പ് തുറക്കുന്നത്. എൻ്റെ ഒരു താല്പര്യം ഫാദറിനോട് അറിയിക്കുകയും മൊബൈൽ ഫോൺ ഫീൽഡിലേക്ക് വരാനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് നല്ലൊരു ആഗ്രഹം കൂടിയായിരുന്നു ഈ ഒരു ഫീൽഡിൽ തന്നെ കരിയർ എന്നുള്ളതിലുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രായത്തിലൊരു വലിയൊരു കരിയർ ഉണ്ടാക്കണം അങ്ങനത്തെ ഒരു ചിന്ത ഒന്നും ഉണ്ടാവില്ല. മുന്നോട്ടുള്ള പഠനത്തിൽ ശരിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് +1 +2 ഒന്നിലേക്കൊക്കെ അങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ ഫീൽഡിലേക്ക് തലശ്ശേരിയിലുള്ള ഒരു സ്ഥാപനം തിരഞ്ഞെടുത്തത്. അന്ന് ഇത്ര ടെക്നോളജി വന്ന നിലവിലില്ല. ഇന്നിപ്പോൾ സ്മാർട്ട് ഫോൺ യുഗത്തിലേക്ക് മാറി. അന്ന് സ്മാർട്ട് ഫോണിൽ പകരം വെച്ചാൽ കീപാഡ് ഫോണുകൾ ഏകദേശം ഒരു 7 മാസം അങ്ങനെ എന്തോ ഒരു കോഴ്സ് ആയിരുന്നു. ശരിക്കും ഓർമ്മയില്ല. ഇപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോൾ തന്നെ ഗൾഫിൽ നിന്ന് ഉപ്പ വിളിച്ചു പെട്ടെന്ന് കയറണം എന്നുള്ളതൊക്കെ. പക്ഷേ ഈ ഒരു പഠനം പോലെ എനിക്ക് പൂർത്തിയാക്കാതെ ഗൾഫിലേക്ക് പോകേണ്ട വന്നു എന്നുള്ളതാണ്. വർക്കിലേക്ക് ശ്രമിച്ചപ്പോഴാണ് പലതും അറിയില്ലല്ലോ. കാരണം ഇവിടുന്ന് പഠനോട്ട് പൂർത്തിയാക്കിയിട്ടില്ല. അങ്ങനെ അവിടെ ഒരു ബംഗാളി ആയിട്ടുള്ള ഒരു ടെക്നീഷ്യൻ ഉണ്ടായിരുന്നു, ഒരു ഏകദേശം ഒരു പ്രായമൊക്കെ ഉള്ള. അവൻ്റെ അടുത്ത് കുറച്ച് നുറുങ്ങ് വിദ്യകളൊക്കെ ഇങ്ങനെ പഠിച്ചു. ചില ഫോണുകൾ റിപ്പയർ ചെയ്യുന്ന സമയത്ത് അത് നശിച്ചു പോകുന്ന ഒരു അവസ്ഥ, നമ്മളെ അടുത്ത് നന്നാക്കി കൊണ്ടുവരാൻ വേണ്ടുന്ന ആൾക്കാർക്ക് നമുക്കൊരു കേടാക്കി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്.